ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വാട്സപ്പിൻ്റെ പുതിയൊരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വാട്സപ്പിലൊരു പുതിയ ഫീച്ചർ ഈ അടുത്ത് വരികയുണ്ടായി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും സ്വകാര്യത ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. നമ്മളുടെ മൊബൈലിലൂടെ നടത്തുന്ന ചാറ്റുകളും മറ്റ് മെസ്സേജുകളും നമ്മൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വാട്സപ്പ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഫീച്ചർ കുറച്ച് നാളായി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് അവർ കുറച്ച് നാൾ മുമ്പ് ബീറ്റ വെർഷനിൽ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷനാണ് ഈ ഫിംഗർ പ്രിൻ്റ് ഫീച്ചറാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ ബീറ്റ ഓപ്ഷനിൽ കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ബീറ്റ വെർഷൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മാറ്റി അവർ സ്ഥിരമായിട്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും നേരിട്ട് വാട്സപ്പിലൂടെ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഫിംഗർ പ്രിൻ്റ് എനാബിൾ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഫിംഗർ പ്രിൻ്റ് ഉള്ള ഫോണിൽ മാത്രമേ ഈ ഫീച്ചർ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷനുള്ള എല്ലാവർക്കും ഇപ്പോൾ വാട്സപ്പിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ എനാബിൾ സെറ്റിങ്സിൽ പോയിട്ട് അത് എനാബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് എനാബിൾ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. വാട്സപ്പിൻ്റെ അപ്ഡേഷൻ നടത്തണം. വാട്സപ്പ് ന്യൂ വെർഷനിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ വാട്സപ്പ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. ന്യൂ വെർഷൻ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ഫീച്ചർ നിങ്ങൾക്ക് എനാബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോൾ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ നിന്ന് സെറ്റിങ്സ് തിരഞ്ഞെടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് സെറ്റിങ്സിൽ ടച്ച് ചെയ്യുക. സെറ്റിങ്സ് എടുക്കുമ്പോൾ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ടിൽ നിന്ന് പ്രൈവസി ഓപ്റ്റ് ചെയ്യുക. പ്രൈവസിയിൽ നിന്ന് താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് എന്ന ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് എനാബിൾ ചെയ്യുക. എനാബിൾ ചെയ്യുമ്പോൾ കൺഫർമേഷൻ ചോദിക്കും. നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് കൺഫർമേഷൻ കൊടുക്കണം. ഫിംഗർ പ്രിൻ്റ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇത് എത്ര സമയം ഈ അൺലോക്കിൻ്റെ സമയം നിശ്ചയിക്കാൻ വേണ്ടി പറയും. അപ്പോൾ 1 മിനിറ്റ് ഇമ്മീഡിയറ്റ്ലി 30 സെക്കൻഡ്. ഞാനിവിടെ 1 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സംഗതി നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എനാബിളായി. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം.